ഒരു കാരണവശാലും പള്ളി മൈതാനത്തിലേക്ക് തിരുമേനിമാരുടെയും വൈദികരുടെ വാഹനമല്ലാതെ മറ്റൊരു വാഹനം പ്രവേശിക്കാൻ പാടില്ല. വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ബുക്കാന സ്കൂള്, അതുപോലെ ഹോസ്പിറ്റൽ. അതിന്റെ ഏറ്റവും മുൻപൊരു ഉപക്ഷേമാശനായി ഞാൻ ഇരുന്നത് ഓർക്കുന്നു. അന്ന് ഞാൻ അച്ഛനെ പ്രത്യേകമായി ശ്രദ്ധിക്കാനുണ്ടായ കാരണം അവർ നടന്ന ശുശ്രൂഷയുടെയും ആ ചടങ്ങുകളുടെയെല്ലാം പ്രധാന ചുമതലക്കാരനായി ഓടി നടന്ന ഒരു യുവ വൈദികൻ 64 എന്ന് പറയുമ്പോൾ ഇന്നലെ 52 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവ വൈദികൻ വളരെ ചെറിയ കോളേജിലെ കാര്യങ്ങൾക്ക് നിർദ്ദേശങ്ങളോടും അച്ഛന്മാർക്കും അച്ഛന്മാർക്കും പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഈ നിർദ്ദേശങ്ങൾ നൽകി അവിടുത്തെ ശുശ്രൂഷയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന വൈദികനെ ഞാൻ കണ്ടു നോക്കും. അപ്പൊ പിന്നീട് ഞാനൊരു അച്ഛനാണ്. ഞാൻ അവിടുന്ന് അച്ഛന്മാരോട് ചോദിച്ചു, ഈ അച്ഛൻ ഏതാണെന്ന് എനിക്ക് പറഞ്ഞു. കല്ലൂർ അച്ഛനാണ്, ഗീവർഗീസ് അച്ഛനാണ്. കോലഞ്ചേരി കോളേജിൽ പ്രിൻസിപ്പലായി, കോതമംഗലം കോളേജിൽ അധ്യാപകനായി, എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന വലിയ ശ്രേഷ്ഠനാണ് എന്ന് അന്ന് പരിചയപ്പെട്ടു. പിന്നീട് അച്ഛനുമായിട്ടുള്ള സൗഹൃദം കൂടുതൽ സുദൃഢമാകുന്നത് ഞാൻ 1983 നിലയ്ക്കൽ പള്ളിയുടെ വികാരിയായിട്ട് ചുമതല ഏറ്റപ്പോഴാണ്. ബഹുമാനപ്പെട്ട മാടങ്ങളിൽ ചെന്നപ്പോൾ അച്ഛൻ വിവാഹം കഴിച്ചത് നിലയ്ക്കൽ കമ്മൂരിയിൽ പ്രേരനായ KK തോമസ് കുട്ടിയുടെ മകളെയാണ് കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ കമ്മൂരി കുടുംബത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ പള്ളിയിൽ വരും. വളരെ സന്തോഷമായി 83 സഭയിലെ പ്രായ വ്യത്യാസങ്ങൾ വളരെ തീക്ഷ്ണമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിലും കല്ലൂപ്പറമ്പ് അച്ഛൻ നിലയ്ക്കൽ പള്ളിയിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട മാടക്കൽ ജോസ് കോർപ്പിസ്കോപ്പ ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകളോടെ കല്ലൂപ്പറമ്പ് അച്ഛനെ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ കൊച്ചച്ഛനാണ്. അപ്പോൾ അന്ന് അവിടെ വന്ന് പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷത്തോടും സൗഹൃദത്തോടും കൂടെ പങ്കെടുത്തിട്ടുള്ളത് ഞാൻ ഓർക്കും. അന്ന് വിഭവങ്ങളായിട്ട് നടക്കുന്ന സംസാര വേളയിലൊക്കെ അദ്ദേഹം വളരെയധികം ദുഃഖിച്ചിരുന്ന ഒരു കാര്യം, സഭയിലെ ഈ ഭിന്നതയിൽ ഒരുപാട് ദുഃഖം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് തീരണം എന്ന വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവസാന നിമിഷം വരെ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ ശ്രേഷ്ഠാണ് കല്ലൂപ്പറമ്പ് എന്ന് മനോരമയിൽ വന്ന ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ 100% അച്ഛനെ സംബന്ധിച്ച് അനുകൂലമാണ്. അച്ഛനെ ജീവിതം കൊണ്ടും ജനനം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ആ പരിസരത്തിലെയും ആ വ്യക്തിത്വത്തിലെ തനിമയും അച്ഛൻ കാണിച്ചുകൊടുത്തും അച്ഛന് ഒരിക്കലും ഒരു യോഗ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ഏത് ചടങ്ങിലാണെങ്കിൽ ഏറ്റവും മാന്യമായ രീതിയിൽ ആ മാന്യമായ പെരുമാറ്റം സംസാരം അച്ഛൻ്റെ പ്രസന്നമായത്. ഞാനിപ്പോൾ ഓർക്കുന്നു, എൻ്റെ സഹോദരപുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഈ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലാണ്. അത് ഞാൻ വൈദികനാണ്, സഭയിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ സഹോദരപുത്രിയാണെന്ന് നേരത്തെ അച്ഛനെ ഇൻഫോം ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, സന്തോഷത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വിവാഹ കൂട്ടാശയിൽ വന്ന് പങ്കെടുക്കുന്നതിന് യാതൊരു തടസ്സവും ഈ പള്ളിയില്ല. അച്ഛനെ കടന്നു വരാൻ സന്തോഷത്തോടെ ധൈര്യമായിട്ട് പോയിരുന്നു. ഞാൻ ആ വിവാഹ കൂട്ടാശയിൽ പങ്കെടുത്തു. അച്ഛനാണ് ആ വിവാഹ കൂട്ടാശ നടത്തിയത്. അതിൽ സഹകർമ്മീയനായിട്ട് അന്ത്യവസാനം വളരെ സന്തോഷത്തോടെ പങ്കുകൊണ്ടു. അപ്പോൾ പല അവസരങ്ങളിൽ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായത് ചിലർക്കുള്ള ഒരുപാട് ബഹുമാനപൂർവ്വമായ ചിന്തകളാണ്. ഒരു വൈദികൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സമൂഹത്തിൽ സഭയിലെ ഇടവയിലെ പ്രവർത്തനങ്ങളൊക്കെ അച്ഛൻ ചെയ്തിട്ടുള്ള നല്ല നേതൃത്വം തീർച്ചയായിട്ടും സഭ എക്കാലവും
ഓർക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അച്ഛൻ്റെ നല്ല പ്രതീക്ഷകൾ തീർച്ചയായും ഈ ലോകത്തിൽ നിറവേറ്റപ്പെടണം, സഭയിൽ നിറവേറ്റപ്പെടണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ്റെ നല്ല ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു വൈദിക എന്ന നിലയിൽ ഈ സമൂഹത്തിനും സഭയ്ക്കും നൽകി ചെയ്തിട്ടുള്ള സേവനങ്ങൾ നേതൃത്വം നിസ്തുലമാണ്. ഈ വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ചൊല്ലുന്ന ഒരു ഗീതത്തിൽ ഒരു വൈദികനുണ്ടാകേണ്ട ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നത് നൈർമല്യം, താഴ്മ, ശുചിത്വം, മികവുകളുടെ പരിശീലനം, നാല് കാര്യങ്ങളാണ് പറയുന്നത്. ഏഴാം ശുശ്രൂഷ വരുമ്പോൾ നൈർമല്യം, താഴ്മ, ശുചിത്വം, അതുപോലെ തന്നെ മികവുകളുടെ പരിശീലനം. ഈ നാല് കാര്യങ്ങൾ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അച്ഛന് അനുഭവമാണ്. ജീവിത വിശുദ്ധി, സന്മാർഗബോധം, അത് അങ്ങേയറ്റം അച്ഛൻ ശ്വാസസുരക്ഷയാണ്. ജീവിതത്തിൻ്റെ ആ വിശുദ്ധി, നൈർമല്യം, നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ്. കുശിപ്പോ പർത്തവോ ഇല്ലാത്തൊരു നല്ല മനുഷ്യൻ. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള വൈദിക ശ്രേഷ്ഠനായിരുന്നു ഈ സേവനങ്ങൾ. അതുപോലെ തന്നെ ശുചിത്വം ജീവിതത്തിൻ്റെ മാത്രമല്ല ബാഹ്യമായിട്ടും എപ്പോഴും നല്ല നീറ്റായിട്ട് ഭംഗിയായിട്ട് അച്ഛൻ എപ്പോഴും കാണപ്പെടുന്നു. നൈർമല്യം, താഴ്മ, പിന്നെ ഏത് മനുഷ്യനോടും ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെ ജന്മങ്ങളുടെ പരിശീലനങ്ങളും നമുക്കറിയാം. സഭ കണ്ടപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യുവവൈദികൻ 30 വയസ്സുള്ളപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ശ്രേഷ്ഠ വൈദികനാണ്. പക്ഷേ അതിലൊരിക്കലും ആ സ്ഥാനം കൈവിടുന്നതോ പാടുന്നതോ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ആ സ്ഥാനങ്ങളൊക്കെ ത്യാഗം ചെയ്തവർ ഭംഗിയായി സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഒരു വൈദിക എന്ന നിലയിൽ അച്ഛനെ കൊണ്ടുപോലും ഉപയോഗിക്കുന്ന നല്ല സ്മാരകങ്ങൾ മാത്രമേ ഉള്ളൂ. അഭിമന്യ തിരുമേനി കോട്ടയം മദ്രാസനത്തിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസിപ്പിക്കുന്നു. കോട്ടയം മദ്രാസനത്തിലെ വൈദികരുടെ മുഴുവൻ പേരിലുള്ള ആദരാഞ്ജലികൾ, സ്നേഹപൂർവ്വമായ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസിപ്പിക്കുന്നു. അച്ഛനെ കുറിച്ച് ദീർഘമായി ബഹുമാനപ്പെട്ട സക്രിയാച്ചൻ പറഞ്ഞു കഴിഞ്ഞു. പള്ളം സെൻറ് പോൾസ് ഇടവകയുമായി ഒന്നിനായ അച്ഛന് വളരെയധികം ആത്മബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ മാമോദിസ സ്വീകരിച്ചത് ഈ ഇടവകയിലാണ്. അതുപോലെ തന്നെ ഒന്നിനായ അച്ഛൻ്റെ പിതാവ് അനേക വർഷക്കാലം ഇവിടെ കൈക്കാരനായി. അച്ഛൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ ഇവിടെ പള്ളിയിലും കുടുംബാംഗങ്ങളുണ്ട്. ആ രീതിയിൽ എല്ലാ നിലയിലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കുടുംബവുമായും സെൻറ്റ് ഇഗ്നാത്തിയോസ് പള്ളിയുമായും നല്ല ആത്മബന്ധമാണ് സെൻറ്റ് പോൾസ് പള്ളി ഇടവകയ്ക്കും ഇടവകങ്ങൾക്കുമുള്ളത്. അച്ഛൻ നൽകിയ നല്ല സേവനത്തിനും സാമൂഹികപരമായും ആത്മീയപരമായും നൽകിയ എല്ലാ നേതൃത്വത്തിനും ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. സെൻറ്റ് പോൾസ് ഇടവകയുടെ എല്ലാവിധ ആദരാഞ്ജലികളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഇപ്പോൾ ഇടവകയ്ക്ക് വേണ്ടി കൈക്കാരൻ സെക്രട്ടറി ചേർന്ന പ്രതിഷേധത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. ഈ പ്രലോഭനത്തെ പ്രശംസിക്കാതെ മഹാപ്രഭുനായ മോശയുടെ വാർത്തയിൽ ഇവരെ ആദരിച്ചുകൊള്ളണമേ. Good.
ഭവനത്തിൽ ഇന്നലെ ഞാൻ എത്തിയുണ്ടായി. പരിശുദ്ധ ഭാവാദരവിക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഭവനത്തിലെത്തി അർപ്പിക്കുകയുണ്ടായി. ഈ പരിശുദ്ധ ദേവാലയത്തിൽ മാമോദിസ തൊട്ടി ജനിച്ചതായ വീരത്തിൽ ജനം പ്രാവശ്യമായ ഒരു വഴിയാണ് ഈ മങ്ങിയ പുരോഹിതനെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം.
പരിശുദ്ധ സഭയെ അത് രണ്ട് പക്ഷങ്ങളില്ലാതെ ഒരുപോലെ സ്നേഹിച്ച് ഇപ്പോൾ ദൈവസഭയിലേക്ക് പോകുന്നു. ഇത്രയും കാലം ഭൂമിയിൽ വെച്ച് ദൈവത്തിന് പൂജ അർപ്പിച്ചുവെങ്കിൽ സഭയുടെ ഐക്യത്തിന് വേണ്ടി ദൈവമക്കളുടെ ഒരുമയുള്ള സമാധാന ജീവിതത്തിന് വേണ്ടി ഈ പ്രിയപ്പെട്ട പിതാവ് ഇനി ദൈവസഭയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമെന്ന് ബലഹീനതയെ ഞാൻ കുറിച്ച് വിശ്വസിക്കുന്നു. അധികമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സഭയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ഈ പ്രിയപ്പെട്ട പിതാവ് ചെയ്തതായ എല്ലാ നന്മകൾക്കും അദ്ദേഹത്തോട് നന്ദി പറയുന്നു. ദൈവത്തിന് ഈ മഹാപുരോഹിതൻ ദൈവസഭയിൽ സ്വീകരിക്കട്ടെ. വിശുദ്ധരോട് ചേർന്ന് ഇസ്രായേലിൻ്റെയും പുതിയ ഗോത്രത്തിൻ്റെയും 12 24 ഗോത്രങ്ങളോട് ചേർന്ന് അവിടെ സ്വീകരിക്കുവാൻ ദൈവസന്നിധിയിൽ സ്ഥിരമായി പൂജ അർപ്പിച്ച് നമ്മെയും നമ്മുടെ സഭയെയും അതിൻ്റെ ഐക്യത്തിന് വേണ്ടി ദൈവസഭ സമർപ്പിക്കുവാൻ ഈ പ്രിയപ്പെട്ട പുരോഗമനം സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അനുവദിച്ചതായ കോട്ടയം ഭദ്രാസനത്തിൻ്റെ മന്ത്രിയായ തിമോത്തിയോട് ഈ പ്രിയപ്പെട്ട പിതാവിനോട് ചേർന്ന് വന്നിരിക്കുന്നതായ എല്ലാ വൈദികരോടും മന്ത്രിയായ അച്ഛൻ്റെ കുടുംബാംഗങ്ങളോടുള്ളതായ സ്നേഹവും നന്ദിയും ബലഹീനമായ സഭയ്ക്ക് വേണ്ടി കോട്ടയം ഭദ്രാസനത്തിന് വേണ്ടി ഈ ദേവാലയത്തിന് വേണ്ടി ഭദ്രാസനത്തിലെ വൈദികർക്ക് വേണ്ടി സമർപ്പിക്കാൻ ദൈവം ഈ വലിയ പുരോഗമനത്തിൻ്റെ ആത്മാവിനെ ദൈവസ്ഥത്തിൽ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യാത്രാ മണ്ഡലങ്ങളും ഈ സമയത്ത് അറിയിക്കുന്നു. അതിനായിരിക്കുന്ന ഈ വീട്ടത്തിൻ്റെ ഭൗതിക ശരീരം ഏറെ ഭക്തിയാദരവോടും പ്രാർത്ഥനയോടുകൂടെ സ്വീകരിച്ചതായ കൊള്ളം സെൻറ് പോൾസ് പള്ളി ഇടവകയിലെ എല്ലാ പർപ്പിസ്തോപാച്ചന്മാരോടും വൈദിക ശ്രേഷ്ഠരോടും അതുപോലെ ഭക്തജനങ്ങളോടും പ്രത്യേകിച്ച് അഭിനേതാവായ യോഹന്നാൻ തിരുമേനി മോഹൻപുരിലോസ് തിരുമേനി അഭിനേതാവായ ഡോക്ടർ തോമസ് മാർ അത്താനാസോസ് തിരുമേനി ഭവനത്തിൽ വന്നവരുടെ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം നൽകി അനേക വൈദിക ശ്രേഷ്ഠരെ കടന്നുവന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഭിലാഷ സെക്രട്ടറി തോമസ് കാവുകിലച്ചൻ തിരുവനന്തപുരത്ത് സക്രിയ പർപ്പിസ്തോപാച്ചൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അനുഗ്രഹിച്ചു. ഈ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ആറ്റുപുറത്ത് വർഗീസത്തെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകിച്ച് ഭാരവാഹികളുടെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും അതുപോലെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനത്തിനും കൊള്ളം സെൻറ് ഇഗ്നാറ്റിയോസ് പള്ളിയുടെ നാമത്തിലുള്ള എല്ലാ നന്ദിയും കന്യാച്ചൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അനുവദിച്ച വൈദിക സ്ഥലത്ത് കോട്ടയം ഭദ്രാസനത്തിലെ വൈദികർ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഇടവകയിൽ കൂടി ദിവസത്തിൽ അർപ്പിക്കുന്നു. ഇപ്പോഴത്തെ മനസ്സുകൊണ്ട് രൂപപ്രാർത്ഥന Sarsi Jurna
എല്ലാവരെയും ദൈവമായ കർത്താവായിട്ടുമാറാം. ദൈവമായ കർത്താവിനെ വളരെയേറെ വിശ്വാസരാത്മാവിൽ ആശ്വസിക്കുന്നു. പിതാവ് പുത്രനും പരിശുദ്ധനായുള്ളവരെ ബലഹീനവും പൂർണ്ണമായുള്ള പ്രാർത്ഥനയുടെ അപേക്ഷകളും ഉന്നതമായ സിംഹാസനമായ തീരണം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഏതൊരു ഉപദേശത്തിലുമാണ് സംബന്ധാവാസം നാം എല്ലാവരുടെ മേലും നമ്മൾ ദൈവസ്ഥലേക്ക് ഒരുങ്ങുന്ന ആചാരത്തിന്റെ മേലും നടക്കുവാനുള്ള തുടർന്നുള്ള ശുശ്രൂഷയുടെ മേലും വേർപാടില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ശുശ്രൂഷയ്ക്കായി നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും നമ്മുടെ പലതരം വിശ്വാസകാരനാണ് ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞങ്ങൾ